ബാഡ് ബോയ്സ് എങ്ങനെയുണ്ട് പടം? ഞാൻ ബാഡ് ബോയ്സ് വന്ന് കണ്ടു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം ഒരു ഒമർ ലുലു എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ കരിയറിലെ ഏറ്റവും ബെസ്റ്റ് സിനിമയാണ്. ഇതിന് യാതൊരു സംശയം വിചാരിക്കേണ്ട. ഓണത്തിന് ബ്ലോക്ക് ബസ്റ്റർ സിനിമയായിട്ട് ഇത് മാറിക്കഴിഞ്ഞു. ഫുള്ള് കോമഡി, അതുപോലെ തന്നെ മാസ് കലർത്തിക്കൊണ്ട് മിക്സ് ചെയ്തിട്ടുള്ള അതുപോലെ തന്നെ പാട്ടുകൾ, BGM, ഇതിൻ്റെ സ്ക്രിപ്റ്റിങ് അങ്ങനെയൊക്കെ തന്നെയാണ്. കാരണം നമുക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിലേക്ക് ഒരു പ്രേക്ഷകനെ നമുക്ക് തിയേറ്ററിൽ വന്ന് സിനിമ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഓണകാലത്ത്, ഈ അവധിക്കാലത്ത് നമുക്ക് കാണാൻ പറ്റിയ സിനിമ ബാഡ് ബോയ്സ് ആണ്. യാതൊരു സംശയം വിചാരിക്കേണ്ട. കാരണം അത്ര മികച്ച ഒരു അഭിപ്രായം നേടിക്കഴിഞ്ഞു. കാരണം തിയേറ്ററിൽ ഒരാൾ പോലും ഇതിനൊരു നെഗറ്റീവ് റിവ്യൂ പറഞ്ഞില്ലെന്നുള്ളതാണ്. എല്ലാവരും അനുകൂലിച്ച് തന്നെ പറയുകയാണ്. കാരണം അത് എല്ലാവരും സിനിമക്കാരൊന്നുമല്ല, കുറേയൊക്കെ ടിക്കറ്റ് എടുത്ത് വന്നിട്ടുള്ള ആൾക്കാരുണ്ട്, കുറേ സിനിമക്കാരുണ്ട്. പക്ഷേ ഇത് വന്നിട്ടുള്ളവരും ഇല്ലാത്തവരും ഇതിനകത്ത് നല്ല പോസിറ്റീവ് അഭിപ്രായമാണ് പറയുന്നത്. കാരണം അത്ര മികച്ച സിനിമയായിട്ട് മാറിക്കഴിഞ്ഞു. ഇത് ബ്ലോക്ക് ബസ്റ്റർ അടിക്കുമെന്നുള്ള യാതൊരു സംശയം വിചാരിക്കേണ്ട. അതുപോലെ തന്നെ ഇതിൻ്റെ ആക്ട് ചെയ്തിരിക്കുന്ന റഹ്മാൻ ചേട്ടൻ, പഴയ ആ റഹ്മാൻ ചേട്ടൻ നമ്മുടെ വിട്ടു പോയല്ലോ എന്ന് ഈ ഒരു സിനിമ കണ്ടോടുകൂടി ഞാൻ അതിശയിച്ച് പോവുകയാണ്. ഇത്രയും മാസമായിട്ട് ചെയ്യുന്ന ഒരാൾ മലയാളത്തിൽ നിന്ന് പോയി, എന്നിട്ട് തിരിച്ച് റിട്ടേൺ വന്നിരിക്കുകയാണ് വർഷങ്ങൾക്ക് ശേഷം. ഇത്രയും നല്ലൊരു മാസ് സിനിമ അദ്ദേഹം തമിഴിലും ചെയ്തിട്ടില്ല, മലയാളത്തിലും ചെയ്തിട്ടില്ല. ആദ്യമായിട്ട് ഇങ്ങനെ ഒരു മാസ് പടം ചെയ്യുന്നത്. അതുപോലെ തന്നെ ബിപിൻ ജോർജ് എന്ന് പറയുന്ന നടൻ, അദ്ദേഹം നമുക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിന് ഒരു വൈകല്യമുണ്ട്. പക്ഷേ ആ വൈകല്യത്തേക്ക് അദ്ദേഹം തന്ത്രപരമായി മറികടക്കുന്നു. കാരണം ഇവരുടെ ഇത്രയും മികച്ച ആ ആക്ടറുടെ കൂടെ നടന്നു പോകണം. അതൊക്കെ ചെയ്തേക്കുന്ന വളരെ എഫേർട്ട് എടുത്ത് ചെയ്തിരിക്കുന്ന ഒരു കഥ. അത് നല്ല അഭിനയമാണ്. അതുപോലെ രാജാമണി ചെയ്തിട്ടുണ്ട്. ഭയങ്കര കോമഡിയാണ്, സൂപ്പർ കോമഡിയാണ്. ഇവരെല്ലാം ബാബുവാനി ചേട്ടൻ RDX എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഓണത്തിന് വന്ന സിനിമയിൽ ബാബുവാനി ചേട്ടൻ വന്ന് നിൽക്കുന്ന കണ്ടപ്പോൾ തന്നെ എനിക്ക് സങ്കടം തോന്നി. കാരണം ഇത്രയും നല്ലൊരു ആക്ടർ, ഇത്രയും നല്ല കരാട്ട പഠിച്ച ഒരു മനുഷ്യൻ വന്നിട്ട് സിമ്പിളായിട്ട് നിൽക്കേണ്ട ഒരു അവസ്ഥ തോന്നി. പക്ഷേ ബാഡ് ബോയ്സ് എന്ന സിനിമയിൽ അദ്ദേഹം അങ്ങനെയല്ല. പഴയ ഉപ്പുകണ്ടം സിനിമയിൽ എങ്ങനെ വന്നോ അതേ ആറ്റിറ്റ്യൂഡിൽ, അതേ പവറിലും വന്നിട്ട് സ്ക്രീനിലേക്ക് അങ്ങോട്ട് വന്ന് നിറഞ്ഞങ്ങോട്ട് ആടുകയാണ്. പഴയ ഈ ചന്ത കമ്പോള എത്ര സിനിമകൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമ എന്ന് പറഞ്ഞാൽ ഉപ്പുകണ്ടം പ്രദേശത്തിൽ ആ ജീപ്പിനകത്ത് അതേ എൻട്രി തന്നെ അതിനകത്തും കൊടുത്തേക്കണേ. ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിലുള്ള എൻട്രി ബാബുണ്ണി ചേട്ട് കൊടുത്തത്. ബാബുണ്ണി സാറിന്റെ പഴയ സിനിമകളാണ് മുടി വളർത്തിയുള്ളത്. ഞാനൊക്കെ ബാബുണ്ണി ചേട്ടന്റെ കട്ട ഫാനാണ്. കേട്ടാ ഒക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. അദ്ദേഹത്തിൻ്റെ സിനിമകൾ വിജയിപ്പിക്കാൻ വേണ്ടി നമ്മൾ വന്നതല്ല, പക്ഷേ അതിനകത്ത് ആക്ട് ചെയ്യുന്ന രീതിയും അദ്ദേഹത്തിൻ്റെ സ്ക്രീൻ പ്രസൻസ് എന്ന് പറയുന്നത് വളരെ വലുതാണ്.